സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ വെൽക്കം ടു പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ചുറി തിരുവനന്തപുരത്താണ്. വിതിരയിൽ നിന്നും നേരെ ബോണക്കാട് എസ്റ്റേറ്റിലേക്ക് പോവുകയാണ്. മനോഹരമായ സ്ഥലമാണ്, വന്യജീവികളുടെ ഒരു സങ്കേതമാണ്. അതുകൊണ്ട് തന്നെ പേപ്പാറയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് പോകാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ കാഴ്ചകൾ കണ്ടു പോകാം. ഹലോ, ഹായ്, ഹൗ ആർ യു? ഹായ്, നമസ്കാരം. ബോണക്കാടേക്കുള്ള യാത്രയിൽ നമ്മുടെ ഫസ്റ്റ് എൻട്രിയിൽ തന്നെ നമ്മൾ കാണുന്നത് ആനപ്പിണ്ടമാണ് കേട്ടോ. അതിരാവിലേക്കാണ് ആന പിണ്ടമിട്ട് പോയ ഒരു സ്ഥലമാണ്. അതുപോലെ ഇങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം ആനപ്പിണ്ടങ്ങളുടെ ഒരു കാഴ്ചയാണ്. ഈ വനത്തിന് ഒരു പ്രത്യേക വൈബാണ്. നമ്മൾ ഈ മൂന്നാറിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള വനപ്രദേശമാണ് ഈ ബോണക്കാട്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വിതിര ബോണക്കാട് റോഡ്. അപ്പോൾ താഴെ അഗാധമായ കൊക്കകളാണ്. അപ്പോൾ ഈ ബോണക്കാട് വരുമ്പോൾ തന്നെ ദൂരെ മലനിരകളിൽ മഞ്ഞിറങ്ങുന്ന കാഴ്ച മനോഹരമാണ്. അത് രാവിലെ കുറച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് കാണാം. പക്ഷേ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് ബോണക്കാടേക്ക് ഇപ്പോൾ ആരും കയറ്റി വിടുന്നില്ല. ഞങ്ങളൊരു സ്പെഷ്യൽ പെർമിഷനൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം വാഴവാന്തോൾ വെള്ളച്ചാട്ടത്തിൽ മാത്രമേ ആൾക്കാർക്ക് ഇപ്പോൾ പ്രവേശനമുള്ളൂ. നമ്മുടെ ചാനൽ ഒരു വനം പ്രൊമോഷൻ ചാനലായതുകൊണ്ട് നമുക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയവും യാത്രയും ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് പെർമിഷൻ തന്ന് കയറി പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ വനങ്ങളുടെ പ്രൊമോഷൻ ആയതുകൊണ്ട് മാത്രം അവർക്ക് നമ്മളെ അറിയാം. അങ്ങനെ നമ്മളെ ബോണക്കാടേക്ക് നമ്മൾ വീണ്ടും യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ യാത്രയിൽ ഈ കാഴ്ച എന്ന് പറയുന്നത് ഈ വനത്തിന്റെ ഒരു നിഗൂഢമായ കാഴ്ചയല്ല. നമ്മുടെ അച്ചൻകോവിലൊക്കെ നമ്മൾ പോകുമ്പോൾ, ചാരിയക്കരയൊക്കെ പോകുമ്പോൾ വനത്തിന്റെ ഒരു തെക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള വനമല്ല. പക്ഷേ താഴെ ചതുപ്പുകളും അതുപോലെ തന്നെ വളരെ താഴ്വാരങ്ങളുമുള്ള സ്ഥലമാണ്. ആനകളും എല്ലാ വന്യമൃഗങ്ങളും ഉള്ള സ്ഥലമാണ്. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ കാണാൻ കല്ലുകൾ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതൊരു വലിയ കാഴ്ചയാണ് കേട്ടോ. നമുക്ക് അത്ഭുതപ്പെട്ടു. കാരണം എന്താണ് ഇത്രയും കല്ലുകൾ ഇങ്ങനെ അടുക്കി വനത്തിനുള്ളിലെ ഒരു കറുപ്പസ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന സെറ്റിൽമെന്റുകൾ ഒരുപാടുള്ള സ്ഥലമാണ് കേട്ടോ ബോണക്കാട്. ഏതായാലും അവിടെ ഇറങ്ങി നമുക്ക് എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ഒന്ന് തൊഴിലൊക്കെ പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ ഇറങ്ങി. എന്തായാലും ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ആ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചിട്ടാണ് ഇനി യാത്രാ സ്നേഹികളെ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ യാത്രകളിലാണ്. അപ്പോൾ മനോഹരമായ സ്ഥലത്തേക്കാണ് യാത്ര. അഗസ്ത്യ മലനിരകളുടെ മഞ്ഞ് പെയ്യുന്ന താഴ്വാരങ്ങളിൽ കൂടി തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്നും 40 കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തുന്ന മനോഹരമായ സ്ഥലമാണ് വിതിര പഞ്ചായത്തിലെ ബോണക്കാട്. വിതിര വഴി വരുമ്പോൾ 15 കിലോമീറ്റർ യാത്ര ചെയ്ത് ബോണക്കാട് എത്താം. വളരെ നല്ല ആംബിയൻസ് ആണ്. ഭീതി ജനിപ്പിക്കുന്ന ഒരു ബംഗ്ലാവ്, അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകൾ. എന്തായാലും ബ്രിട്ടീഷ് ഭരണകാലത്ത് ശേഷിപ്പുകളുണ്ട്. നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു മാടൻ സ്വാമിയുടെ ക്ഷേത്രമാണ്. കല്ലുകൾ അടുക്കിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയും. ഓരോരുത്തരും നേർച്ചയായിട്ടാണ് ഈ കല്ലുകൾ അടുക്കിയിരിക്കുന്നത്. അപ്പം ഈ കല്ലുകൾ അടുക്കിയാൽ ദോഷങ്ങളും മറ്റു പ്രശ്നങ്ങളുമൊക്കെ മാറുമെന്നാണ് ഗോത്ര വിഭാഗങ്ങളുടെ ആചാരമാണ്. ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആനയും കാട്ടുപോത്തും അങ്ങനെ എല്ലാ വന്യമൃഗങ്ങളും മെയ്യുന്ന ബോണക്കാടിന്റെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് സ്വാമിയൊക്കെ ഇങ്ങനെ തൊഴുതിട്ട് പോകാം. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് സാധിക്കുമെന്നാണ്. കാഴ്ചകളിലേക്ക് പോകാം. കാഴ്ചകൾ നമ്മുടെ എവിടെ പോയാലും നമുക്ക് ഈ വനത്തിലെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കാത്തുരക്ഷിക്കുന്ന പ്രകൃതിയും നമ്മളെ കാത്തുരക്ഷിക്കുന്ന പ്രകൃതിയാണ് മനുഷ്യൻ ആരാധിക്കുന്നത്. കല്ലും മരവും വായുവും ആകാശവും ഒക്കെയാണ്. നമ്മളങ്ങനെ ഈ വനയാത്രയിൽ ബോണക്കാട് കറുപ്പസ്വാമിയുടെ അവിടെ മാലയൊക്കെ ഇട്ട് നമ്മളും പോവുകയാണ്. എന്തൊക്കെയായാലും ഏറ്റവും വലിയ പ്രത്യേകത ഓരോ കാര്യങ്ങൾ സാധിക്കാൻ ഓരോരുത്തർ ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് ഭക്തിയുടെ കാഴ്ചകളാണെങ്കിൽ തന്നെയും അതിൽ ഇപ്പം ഞാൻ ഇവിടെ കാണുന്നൊരു മെതിയടിയാണ്. 2 മെതിയടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മെതിയടികളാണ് ഇവിടെ നേർച്ച നൽകുന്നത്. പലർക്കും ചിലപ്പോൾ എന്തെങ്കിലും ആചാരപരമായി അനുഷ്ഠാനപരമായുള്ള കാര്യങ്ങളായിരിക്കാം. അതുപോലെ തന്നെ ഈ കാണുന്ന ഭാഗത്തൊക്കെ മെതിയടി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ കുഞ്ഞു കുട്ടികൾക്കുള്ള മെതിയടിയാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കൊച്ചു കുട്ടികളുടെ കാലിൻ്റെ അസുഖങ്ങളോ അതുപോലെ മറ്റു രോഗങ്ങളോ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ മാറാനായിരിക്കാം. ഇങ്ങനെ പല അളവിലുള്ള മെതിയടികൾ വെച്ചിരിക്കുന്ന ഒരു വനക്ഷേത്രം കൂടിയാണ്. അപ്പോൾ കാഴ്ചകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും പിന്നാലെ വന്നോളി. നമ്മൾ ചിത്രം സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ മലയുടെ മുകളിൽ വനത്തിന് നടുവിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്ഷേത്രങ്ങൾക്ക് നായകനും നായികയൊക്കെ പോയി മണിയടിക്കുകയും കയ്യിൽ കർപ്പൂരം കത്തിക്കുകയും. ഇവിടെ കയ്യിൽ കർപ്പൂരം ഒന്നും കത്തിക്കാനില്ല, എങ്കിലും നമ്മൾ സ്വാമിയെ വണങ്ങിയിട്ട് നമ്മൾ ബോണക്കാട് കാഴ്ചകളിലേക്ക് പോവുകയാണ്. ആനയെ കാണാം എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഗോത്രക്കാഴ്ചകൾ എന്നും നമ്മുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുകയുള്ളൂ. കാരണം ഇതുപോലെ വനത്തിൻ്റെ നടുവിലെത്തുമ്പോൾ നല്ലൊരു സ്ഥലത്തെത്തുമ്പോൾ ആത്മീയമായ ഒരു നിർവൃതി. ഞാനിപ്പോൾ വന്ന ഈ സ്വാമിയുടെ കോവിലിൽ ഞാനും കുറച്ച് കല്ലെടുക്കുകയാണ്. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സാധിക്കാനുണ്ട്. എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നി കാര്യങ്ങളൊക്കെ സാധിക്കും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കല്ലുകൾ ഇവിടെ അടുക്കി വെക്കുന്നത്. എന്തൊക്കെയാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ കർപ്പൂരവും ജവന്തിമാലയും ഒക്കെ
സ്വാമി കിട്ടട്ടെ ഞാനും പോകും. അപ്പോൾ നമ്മുടെ ഗോത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാഴ്ചകളും ക്ഷേത്രായനങ്ങളും ഒക്കെ നിങ്ങൾ കാണുന്ന രണ്ടുപേര് രതീഷും മജാസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ബോണക്കാട്ടിലേക്ക് വന്നത്. ബോണക്കാട്ടിലേക്ക് അധികം ആരെയും കയറ്റിവിടുന്നില്ല കേട്ടോ. ആനയുടെ വന്യമൃഗങ്ങളുടെയൊക്കെ നല്ല ശല്യമുള്ള സ്ഥലമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്ത് തരണമല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ട്രാവൽ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. നമ്മുടെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉയർന്ന പ്രദേശമാണ് കേട്ടോ. നമ്മുടെ അച്ചൻകോവിൽ ചാരിക്കരം പോലെയുള്ള സ്ഥലമല്ല, വേറൊരു വൈബാണ് വനത്തിന്. നമ്മൾ ഈ വനയാത്രകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വനത്തിന്റെ നിബന്ധനകൾ പാലിച്ചു വേണം ചെയ്യാൻ. കേരള വനം വന്യജീവിയൊക്കെ വെച്ച് ചെയ്യുന്ന പേപ്പാറ വന്യജീവി സങ്കേതത്തിലെ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ബോർഡാണ്. അത് ലംഘിച്ചാൽ 3 വർഷം വരെ തടവും 2500 രൂപ പിഴയും ഒക്കെ വെക്കുന്നുണ്ട്. വഴുക്കൻപാറയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് ഫാദറാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ബോണക്കാട് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അനിമൽ സൈറ്റിംഗ് ഭയങ്കരമാണ്. കാരണം ഏത് നിമിഷവും ആനകൾ ക്രോസ് ചെയ്ത് പോകാം. അതുപോലെ കടുവയും പുലിയും കരടിയും എല്ലാം ഉള്ള സ്ഥലമാണ്. പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗമായതിനാൽ എപ്പോഴും വന്യമൃഗങ്ങളുണ്ട്. ഇപ്പം ചൂട് സമയമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് അപ്പുറത്തെ സ്ഥലത്തേക്കൊക്കെ പാസിംഗ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർ ചെയ്ത് പോകണം. നമ്മൾ വളരെ കെയർ ചെയ്ത് പോയാൽ നമുക്ക് അപകടം ഉണ്ടാവാതിരിക്കും. വന്യമൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്തൊക്കെ പൊക്കോളും. എന്തെങ്കിലും നമ്മൾ ഈ യാത്ര ചെയ്യുന്ന കാഴ്ചയിൽ ഒത്തിരി വൈബായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് ചെറിയ വെള്ളച്ചാട്ടം, കുറേ ചേട്ടന്മാർ ജീപ്പൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ആരുടെ പെർമിഷനൊക്കെ എടുത്ത് ഇവിടെ ഉള്ള ആളുടെ കെയർ ഓഫിലാണ് വന്നതെന്ന് പറഞ്ഞു. എങ്കിൽ അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ഞങ്ങൾ വീട്ടിൽ അവിടെ നിൽക്കുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ ഒന്ന് ഇറങ്ങി. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വലിയ വെള്ളച്ചാട്ടമല്ല, ചെറിയ നീരൊഴുക്ക് കുടിക്കാനായിട്ട് ആളുകൾ വെള്ളം കളക്ട് ചെയ്യുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാഴ്ചകൾ യാത്രകൾ നമുക്ക് കാണാൻ കഴിയും. നല്ല വൈബാണ് കേട്ടോ. അത് നല്ല നിറഞ്ഞു പറഞ്ഞൊഴുകുന്ന ഇങ്ങനെ ചെറു വെള്ളച്ചാട്ടങ്ങൾ ബോണക്കാട് യാത്രകൾ ഒരുപാടുണ്ട്. ആനകൾക്കും കാട്ടുപോത്തുകൾക്കും വെള്ളം കുടിക്കണ്ടേ. അപ്പോൾ നമ്മളും കുറച്ച് വെള്ളമൊക്കെ ഇരുന്ന് എടുത്ത് കുടിച്ചു പോവുകയാണ്. ബോണക്കാട് 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 അങ്ങനെ മനോഹരമായ യാത്രാ കാഴ്ചകൾ തേടി നമ്മൾ വർഷങ്ങളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ ചാനൽ തുടങ്ങി നമ്മൾ റീച്ച് ആക്കിയിട്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാം ഇങ്ങനെ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും. ഇപ്പോൾ രതീഷ് നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? ഒരുപാട് സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്താണ്. ഞാനിപ്പോൾ ബോണക്കാടേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ നല്ല മനോഹരമായ കാഴ്ചകളും അതുപോലെ ആനച്ചൂരടിച്ചുള്ള യാത്രയാണ്. നമ്മുടെ ഫോറസ്റ്റുകാരോട് പറഞ്ഞിട്ടാണ് ആന ഇങ്ങനെ പുറത്തുനിന്ന് കയറ്റി വിടുന്നില്ല. അങ്ങനെ പെർമിഷനൊക്കെ എടുത്ത് ബോണക്കാടിലേക്ക് വന്നതാണ്. ഇനി ഒരു ജനുവരിയൊക്കെ ആകുമ്പോൾ ഇവിടെ രാവിലെ ഉത്സവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ആൾക്കാരെ ഇങ്ങോട്ട് വിടുന്നുണ്ട്. എന്തെങ്കിലും അത് സൂപ്പറാണ് കേട്ടോ. സൂപ്പറാണ് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ നമ്മുടെ യാത്രയുടെ പ്രധാന സ്ഥലമാണ് ബോണക്കാട് ജംഗ്ഷനിലെത്തി. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, ഒരു കുരിശടിയാണ് ഇവിടുത്തെ പ്രധാന സംഭവം. അവിടെ ഒരു മുത്തുച്ചേട്ടന്റെ കടയാണുള്ളത്. അദ്ദേഹത്തിന്റെ കടയിൽ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ കിട്ടും. നമ്പറുകളൊക്കെ മേടിച്ചിട്ട് പോയാൽ മതി. എന്തായാലും ഈ പഴയ പള്ളിയുടെ അടുത്തെത്തി നമ്മൾ അടുത്ത ഷൂട്ട് തുടങ്ങിയാണ്. കൃഷ്ണഗിരിയിലാണ് പഠിക്കുന്നത്. കച്ചവടം ഇവിടെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഊണും കാര്യങ്ങളും ചായ എല്ലാം. പക്ഷെ ഇപ്പൊ കച്ചവടം കുറവാണ്ട്. ഇപ്പൊ തൽക്കാലം കുറച്ച് സാധനം വാങ്ങിക്കും. പിന്നെ കൂടുതൽ വൃത്തിയാക്കില്ല. അവർ കമ്പനിക്കാരെ പോകണമെന്ന് പറയുമ്പോ പോണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒന്നും വൃത്തിയാക്കില്ല. ഇല്ല, സ്ഥലം കമ്പനിക്കാരന്റെ. കെട്ടിടം ഇല്ല ഇല്ല. കറണ്ട് ചാർജ് നമ്മളത് നമ്മൾക്ക് സർവീസ് ഒക്കെ കിട്ടാൻ ഇവിടെ നിൽക്കുന്നവരെ നമുക്ക് ആ ഒരു സഹായിക്കും. മഞ്ഞുണ്ടോ രാവിലെ? രാവിലെ മഞ്ഞുണ്ട്. ഇനി വൈകിട്ട് കാണും ചിലപ്പോ. ചില ദിവസമൊക്കെ നല്ല ബോണക്കാടാണ്. ബി എ ഡിവിഷൻ മാട്ടുപെട്ടി ലൈൻ. മുത്തു. ഞാനിവിടെ കമ്പനിയിൽ 40 വർഷം സർവീസായി, ജോലിയുണ്ട്. പിന്നെ പ്രാണമുണ്ട്, ഇനിയും കിട്ടാനുണ്ട്, സർവീസ് കിട്ടാനുണ്ട്. അതിന്റെ അടിപ്പറയിൽ ഇവിടെ നിൽക്കുകയാണ്. ഈ ബോണക്കാടിന്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ടാണ്? ബോണക്കാട് എന്ന് വെച്ചാൽ ഇത് എസ്റ്റേറ്റ് മേഖല, തേയില്, റബ്ബർ, കുരുമുളക് എല്ലാം ഉള്ള. 25 വർഷമായി. കവാത്ത ഏതങ്ങനെ മൂടിക്കിടക്കുകയാണ്. പ്രവർത്തനം ഇല്ല. ഉള്ളത് നമ്മളിവിടെ വന്യമൃഗങ്ങളൊക്കെ ധാരാളം ഉണ്ടോ? ഉണ്ട്. പക്ഷെ അത്ര ശല്യമല്ല. ഇവിടെ ഇതിന് പുറമേ ഉള്ളു, വരത്തില്ല. മെയിൻ. പിന്നെ മ്ലാവും ചെന്നൈയൊക്കെ വരും. നമ്മുടെ ഈ കുരിശുമല തീർത്ഥാടന കേന്ദ്രം ഇടയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അത് 60-65 ദിവസം സർവീസ് ഉണ്ട്. പക്ഷേ അത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ 8 വർഷമായിട്ട് അത് നിർത്തി വെച്ചു. പണത്തിൻ്റെ അകത്ത് പാടില്ല എന്ന് പറഞ്ഞ് കോടതി നിയമം ശരിയായി. പ്രശ്നം ഉണ്ടായിരുന്നു. ഇതുവരെ വിട്ടില്ല. 8 വർഷം കഴിഞ്ഞു. ഇത് 9ാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുന്നു. ഇല്ല, പള്ളി വരെയേ ഉള്ളൂ തീർത്ഥാടനം. അതൊരു 53-54 എത്ര കിട്ടിയെന്ന് തോന്നുന്നു. സർവീസും ഉണ്ട്.
അണ്ണൻ ഇവിടെ വർഷമായി താമസമാക്കിയിട്ട് ഞാൻ ഇവിടെ ജനിച്ചു വളർന്നത്. അപ്പനും അമ്മയ്ക്കൊക്കെ അവര് തമിഴ്നാട്ടുകാരാണ്. ജോലിക്ക് വേണ്ടി വന്നതാ അപ്പൂപ്പനൊക്കെ. അപ്പൊ രണ്ടു തലമുറയായിട്ട് ഇവിടെ ജീവിച്ചോണ്ടിരിക്കുന്നല്ലോ. മക്കളൊക്കെ മക്കള് ഒരെണ്ണം തമിഴ്നാട്ടിൽ അയച്ചു, ഒന്ന് വിതിര. ഞങ്ങളുടെ കടയാണ്. ആ നമ്മൾ വിളിച്ചു പറഞ്ഞ ഫുഡൊക്കെ കൊടുക്ക കട. ഇത് നമ്മുടെ ഒരുപാട് പഴയ കടയാന്ന് തോന്നുന്നില്ല. ഇത് ഒരു 65 വർഷം കഴിഞ്ഞു. ഇവര് വാങ്ങിച്ചിട്ട് തന്നെ 30 വർഷം കഴിഞ്ഞു. അവര് ഒരു വേറെ ആളുടെ കയ്യിൽ 46 വർഷം ഉണ്ടായിരുന്നു. ഇവിടെ ആൾക്കാരൊക്കെ വരുമോ ഈ ഭാഗത്തേക്ക്? ആൾക്കാരെ കയറ്റി വിട്ട കച്ചവടം ഉണ്ട്. അല്ലാതെ ഇപ്പൊ അങ്ങനെ ഫോറസ്റ്റുകാർ കയറ്റി വിടുന്നില്ല. എന്ന് വെച്ചാൽ ആ മൃഗത്തിന്റെ ആണര ശല്യമൊക്കെ ഉണ്ട് വഴിയിൽ. പിന്നെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവരെ കയറ്റി വിടും, പരിചയമുള്ളവർ. അപൂർവമായിട്ട് മാത്രമേ ആൾക്കാർ വരുന്നുള്ളൂ. നിങ്ങൾ എങ്ങനെ റോഡിലൊക്കെ പോകുന്ന നമ്മുടെ വേറെ ആവശ്യങ്ങളൊക്കെ? ഹോസ്പിറ്റലിൽ നമ്മൾ ഒന്നിനും ആട്ടോയ്ക്ക് വിളിക്കും. നമ്മുടെ ഇവിടെ ഒരു ആട്ടോ ഉണ്ട്, ഒരു കാറ് കിടപ്പുണ്ട്. എങ്ങനെയും പോകും. ബൈക്ക് കാണൂല്ലേ? ആണ് ബോണക്കാടിലെ പ്രധാന സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പള്ളിയുണ്ട്, അമലോത്ഭവ മാതാവ് ലത്തീൻ കത്തോലിക്ക ദേവാലയം, നെയ്യാറ്റിങ്കൽ രൂപതയുടെയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത കുരിശുമല തീർത്ഥാടന കേന്ദ്രമായിരുന്നു. ഇപ്പോൾ വനത്തിന്റെ പ്രശ്നം കാരണം ഫോറസ്റ്റുകാർ അനുമതിയില്ലാത്ത കാരണം തീർത്ഥാടനം ഒക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ മുത്തുചേട്ടന്റെ സഹോദരിയുടെ ഒരു കടയുണ്ട്, നീതൂസ് ടീ ഷോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ തരും. ഇവിടെ ആകെ ഒരു കട ഇതാണ് കാണാൻ പറ്റുന്നത്. ഒരു പഴയ കടയാണ്. ഇതാണ് 1950-കൾക്ക് ശേഷമുള്ള കടയൊക്കെയാണ് ഇതൊക്കെ. അപ്പം നമുക്ക് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് പ്രധാന സ്ഥലം. എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം എല്ലാവർക്കും പ്രവേശനമില്ലാത്തൊരു സ്ഥലമാണ്. ഫോറസ്റ്റിന്റെ പ്രത്യേക അനുമതിയോടുകൂടി മാത്രം വരുന്ന സ്ഥലമാണ്. എന്നാലും നമ്മുടെ അമലോത്ഭവ മാതാവ് കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്കിനിയും നമ്മുടെ ബംഗ്ലാവൊക്കെ ഒന്ന് കാണല്ലേ. പ്രേത ബംഗ്ലാവ് എന്നൊക്കെ പറയുന്നത് നമ്മളങ്ങനെ പറയില്ല. ചരിത്ര ബംഗ്ലാവ് തന്നെ നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ.